എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ എക്കിമാരുവിന്റെയും ഡെക്കിമാരുവിന്റെ അമ്മ അവരങ്ങനെ സ്പീഡിൽ ഓടുമ്പോൾ ഇപ്പൊ കാല് തട്ടി നിലത്തേക്ക് വീഴും. ആൻപേ ആണെങ്കിൽ കൈ കൊടുത്ത് അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ആ സമയത്ത് പഴയ കാര്യങ്ങളെല്ലാം ഒരു സെക്കൻഡ് അവരുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകും. ഇവിടെ എക്കിമാരും ഡെക്കിമാരും അവർ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ഡെക്കിമാരുവിന് അവന്റെ ഫ്രണ്ട്സിനെ ഓർമ്മ വരും. അവർ മൂന്ന് പേരും വളരെ ചെറുപ്പം മുതലേ ഒന്നിച്ചാണ് കളിച്ചു വളർന്നത്. അങ്ങനെയുള്ള രണ്ട് ഫ്രണ്ട്സിനെ അവനിപ്പോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവരെനിക്ക് നഷ്ടപ്പെടാൻ കാരണക്കാരൻ അത് നീ ഒറ്റ ഒരുത്തനാണെന്ന് പറഞ്ഞ് വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇപ്പൊ എക്കിമാരുവിന്റെ ബോഡിയിൽ നല്ലൊരു സ്ക്രാച്ച് ഡെക്കിമാരു വീഴ്ത്തും. അവന്റെ ബ്ലഡ് തെറിച്ച് ആ ചുമരിൽ വീണ് കണ്ട ഡെക്കിമാരു അവൻ ആ ചുമര് നോക്കി പറയും, ഇത് വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഇവിടെ നിന്നെ പോലെ ബാഡ് ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവൻ അറഞ്ചും പുറഞ്ചും അറ്റാക്ക് ചെയ്യും. അതിന് എക്കിമാര് പറയും, നിന്നെ കഴിഞ്ഞും കൂടുതൽ അവകാശം അതെനിക്കാണ്. ഞാനാണ് ഇത്രയും കാലവും ഈ ഗ്രാമത്തിന് വേണ്ടി എന്നെ തന്നെ സാക്രിഫൈസ് ചെയ്തത്. ഡൈബിന്റെയും അദ്ദേഹത്തിന്റെ വൈഫിന്റെയും ആദ്യത്തെയും പ്രഥമ മകനും ഞാനാണെന്ന് പറഞ്ഞ് അവനും ഇപ്പൊ തിരികെ അറ്റാക്ക് ചെയ്യും. അതേസമയം പുറത്താണെങ്കിൽ നമ്മുടെ ഡൊറോറോ അവനിപ്പോ മാക്സിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. എങ്ങനെ അതിലേക്ക് കയറാം എന്ന് കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ച് അവൻ ആ മാൻഷന് ചുറ്റും വലം വെക്കുമ്പോഴായിരിക്കും നമ്മുടെ ഗ്രാൻഡ് പേ കാണാം. ഗ്രാൻഡ് പാ ഒരു വലിയ കിണറ്റിലൂടെ ക്വീനിനെ താഴേക്ക് അയക്കുകയാണ്. ഡൊറോറോ കാര്യം ചോദിക്കും. അതിനപ്പാപ്പം പറയും, ഈ കിണറിന്റെ അടിയിൽ മാൻഷനിലേക്ക് പോകാനുള്ള ഒരു സീക്രട്ട് പാസേജ് ഉണ്ട്, അതുവഴി അവര് മാൻഷന്റെ അകത്തേക്ക് പോവാണ്. ഡൊറോറോ ആണെങ്കിൽ എനിക്കും അവരോടൊപ്പം മാൻഷനിലേക്ക് പോകണമെന്ന് പറയും. അതിന് ക്വീൻ പറയും, നീ ഇപ്പോ ഈ ഗ്രാൻഡ് പേയുടെ കൂടെ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ എത്രയും വേഗം എക്കിമാരുമായിട്ട് ഇവിടേക്ക് തിരികെ വരും. അപ്പോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേണം മുകളിലേക്ക് വലിച്ചു കയറ്റാൻ. അത് മാത്രമല്ല, എപ്പോഴത്തേതും പോലെ എക്കിമാരുവിന്റെ കൂടെ അവനെല്ലാമായിട്ട് നീ വേണമെന്ന് പറഞ്ഞ് ക്വീൻ ആണെങ്കിൽ ആ പാസേജ് വഴി അകത്തേക്ക് പോവാണ്. പക്ഷെ ഡോർ ലോക്കാണ്. അവരെ കൊണ്ടത് തുറക്കാനായിട്ട് കഴിയില്ല. അവൾ അതിൽ മുട്ടിക്കൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ആരോ ഡോർ തുറക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഡോക്ടർ പറയും, എനിക്കറിയാം നിങ്ങളല്ലേ ഇക്കിമാരുവിന്റെ അമ്മ. ഉടനെ ഡോക്ടർ ആണെങ്കിൽ അവരെയും കൂട്ടി എക്കിമാരുവിന്റെയും ഡെക്കിമാരുവിന്റെ അടുത്തേക്ക് പോവാണ്. ഇവരുടെ ഡെക്കിമാരു അവൻ വീണ്ടും എക്കിമാരു ഒരുപാട് ദേഷ്യപ്പെട്ടും ചീത്ത പറഞ്ഞും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നീ ഒരിക്കലും ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവനല്ല, ഒരു കാരണവശാലും നീ ഇവിടേക്ക് വരാൻ പാടില്ല, നിന്നെ ഞാൻ എന്നേക്കുമായിട്ട് ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയക്കുമെന്ന് പറഞ്ഞ് അവനുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. എക്കിമാരുവിനാണെങ്കിൽ ഡെക്കിമാരു കൊല്ലാൻ കറക്റ്റ് ആയിട്ടൊരു അവസരം കിട്ടുകയാണ്. പക്ഷെ എക്കിമാരുവിനാണെങ്കിൽ ഡെക്കിമാരു കൊല്ലാൻ കറക്റ്റ് ആയിട്ടൊരു അവസരം കിട്ടുകയാണ്. പക്ഷെ അവൻ ഡെക്കിമാരുവിന്റെ സ്ക്വാഡ് മാത്രം രണ്ടായിട്ട് വെട്ടി താഴെയിടും. ഡെക്കിമാരു ചോദിക്കും, നീ എന്തുകൊണ്ട് എന്നെ കൊന്നില്ല? എന്നെ കൊല്ലാനായിട്ട് ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിനക്ക് കിട്ടില്ല. അത് ഡെക്കിമാരു പറയും, എനിക്ക് നിന്നെ വേണമെങ്കിൽ ഇപ്പൊ കൊല്ലാൻ കഴിയും. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു ഡീമനൊന്നും അല്ല, നിങ്ങളെപ്പോലെ തന്നെ സാധാരണ ഒരു മനുഷ്യനാണ്. നീ എന്റെ സ്വന്തം ബ്രദറാണ്. നമുക്ക് സമാധാനത്തിൽ എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ആക്കാൻ വേണ്ടി പറ്റും. നീ ഇപ്പോഴെങ്കിലും ചെയ്ത തെറ്റുകൾ അതെല്ലാം മനസ്സിലാക്ക്. ഞാനും നീയും അറിയാതെയോ അറിഞ്ഞോ ഒരുപാട് തെറ്റുകൾ ചെയ്തു. അത് തിരുത്താനായിട്ട് നമുക്ക് കിട്ടിയ ഒരേ ഒരു അവസരമാണിപ്പോ. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു പറയും. അതൊക്കെ കേട്ട് ഡെക്കിമാരുവിനും അവന്റെ തെറ്റ് മനസ്സിലായി. അവന്റെ മനസ്സ് മാറുമ്പോഴേക്കും ആ ഡീമൻ അതിപ്പോ മുഴുവനായിട്ടും ഡെക്കിമാരുവെ കൺട്രോൾ ചെയ്ത് എക്കിമാരുവെ വീണ്ടും എക്കിമാരുവിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഡെക്കിമാരു ആണെങ്കിൽ അവൻ പൂർണ്ണമായിട്ടും അവനെ തന്നെ കൺട്രോൾ ചെയ്ത് ആ ഡീമൻ കണ്ണുകൾ പുറത്തേക്ക് പറിച്ചെടുക്കും. അടുത്ത നിമിഷം ഡെക്കിമാരുമായിട്ടുള്ള ആ ഡീമന്റെ കണക്ഷൻ അത് ബ്രേക്കായി ആ റിയൽ ഡീമൻ പുറത്തേക്ക് വരികയാണ്. ഇവിടെ ഇക്കിമാരുവിനാണെങ്കിൽ റിയൽ കണ്ണുകൾ തിരികെ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ആ വേദനയിലും ബുദ്ധിമുട്ടിലും ഡീമൻ എവിടെയാണ് ഉള്ളതെന്ന് അവന് കാണാനായിട്ട് കഴിയില്ല. ഡെക്കിമാരു ഓരോ ഭാഗത്തായിട്ട് ആ ഡീമൻ ഉള്ളത് മനസ്സിലാക്കി ഇക്കിമാരുവിന് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ഇക്കിമാരുവും ആ ഡീമനായിട്ട് ഫൈറ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഡൊറോറോയ്ക്കാണെങ്കിൽ ക്ഷമ നശിച്ച് അവനും ഇപ്പൊ ആ പാസേജ് വഴി അകത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അകത്തേക്ക് വരാനായിട്ട് ആ കിണറ്റിലേക്ക് എടുത്തു ചാടും. ഇക്കിമാരു ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഡീമണെ വെട്ടിയറിയും. പക്ഷെ എന്താ, അവന്റെ കണ്ണിന്റെ വേദന അത് മാറിയിട്ടില്ല. വേദന താങ്ങാൻ കഴിയാതെ അവനൊരു ഭാഗത്തേക്ക് വീഴും. അതേസമയം ഡെക്കിമാരുവും ഒരുപാട് ബ്ലഡ് ഒക്കെ നഷ്ടപ്പെട്ട് ബോധം നശിച്ച് താഴേക്ക് വീഴുകയാണ്. അടുത്ത നിമിഷം ക്വീനും ഡോക്ടറും അവർ രണ്ടുപേരും ഇക്കിമാരുവിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തും. അമ്മയാണെങ്കിൽ തന്റെ മകൻ ഇക്കിമാരുവെ അങ്ങനെ താങ്ങിയെടുത്ത് മാറോടണയ്ക്കും. ഡോക്ടർ ആണെങ്കിൽ ആള് പുതുതായിട്ടുണ്ടാക്കിയ ഒരു ദൈവത്തിന്റെ ശില അത് അവന്റെ കയ്യിൽ കൊടുത്ത് അവനെ ഡൊറോറോയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. എക്കിമാരു ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. ഇത്രയും കാലവും സോളായിട്ട് മാത്രം കണ്ട എല്ലാവരെയും അവൻ ആദ്യമായിട്ട് ക്ലിയർ ആയിട്ട് മറ്റുള്ളവരെ പോലെ കാണുകയാണ്. അവനാണെങ്കിൽ അവസാനമായിട്ട് അമ്മയൊന്ന് നോക്കും. അമ്മയെന്ന് വിളിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ മുൻപിലുള്ള
ആ ഒരു പാസേജ് മുഴുവനായിട്ടും ഇടിഞ്ഞ് തകർന്ന് വീഴുകയാണ്. ഇനി അവന് അമ്മയുടെ അടുത്തേക്കും ബ്രദറിന്റെ അടുത്തേക്കും ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാനായിട്ട് കഴിയില്ല. അവന്റെ ബോധം കെട്ട് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീഴും. ഉടനെ ഡൊറോറോ അവൾ അവിടേക്ക് വന്ന് എക്കിമാരെ പിടിച്ചു വലിച്ച് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഡെക്കിമാരുവിന്റെയും ഇക്കിമാരുവിന്റെ അമ്മ അവരാണെങ്കിൽ ഡെക്കിമാരുവിനെ എടുത്ത് ഇപ്പൊ മടിയിൽ കിടത്തും. ഡെക്കിമാരു, ഐ എം റിയലി സോറി. ഞാൻ എപ്പോഴും നിന്നെ അവോയ്ഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഏത് സമയവും എക്കിമാരുവെ കുറിച്ചുള്ള ഓർമ്മ മാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ. അവന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും ചിന്തയിലും ഞാൻ നിന്നെ പല സമയത്തും ആവശ്യത്തിന് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, എക്കിമാരുവെയും ഡെക്കിമാരുവെയും ഞാൻ ഒരുപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് യാതൊരു തരത്തിലുള്ള വേർതിരിവും ഇല്ല. അതിന് ഡെക്കിമാരു പതിയെ കണ്ണു തുറന്ന് അമ്മയോട് പറയും, എനിക്ക് എൻ്റെ തെറ്റുകൾ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എൻ്റെ എല്ലാ ചിന്തകളും തെറ്റായിരുന്നു. എൻ്റെ അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ ബ്രദറിനെയും. നമ്മുടെ എല്ലാം കാലഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഈ ഗ്രാമത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരാളുണ്ട്, അതാണ് എക്കിമാരു. ഡോക്ടർ ആണെങ്കിൽ ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് വിഷമിച്ച് നിൽക്കും. ഡോക്ടർ ഒരു സെക്കൻഡ് പണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം ആലോചിക്കുകയാണ്. അതിനുശേഷം ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തോട് മാപ്പ് പറയും. അവര് മൂന്നുപേരും ഇപ്പം മരണം അത് ഏറ്റുവാങ്ങാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതേസമയം ഗ്രാൻഡ് പേ ആണെങ്കിൽ കിണറ്റിന്റെ ചൂട്ടിൽ തന്നെ നിന്ന് ഇക്കിമാരുവെയും ഡൊറോറോയും അവർ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാൻ കാത്തു നിൽക്കും. പക്ഷേ ഓൾറെഡി അവിടെ മുഴുവൻ തീ കത്തിപ്പടർന്ന് ഇപ്പൊ ആ കിണറ്റിൽ മുഴുവൻ നല്ല രീതിയിൽ പുക അടിച്ച് കയറുകയാണ്. പുക കാരണം അവർക്ക് കണ്ണ് തുറക്കാൻ കഴിയില്ല. ആ കയറ് കറക്റ്റായിട്ട് പിടിക്കാനും പറ്റുന്നില്ല. പക്ഷെ അടുത്ത നിമിഷം എക്കിമാരും ആണെങ്കിൽ നമ്മുടെ ഡൊറോറോയെ അങ്ങനെ വാരിയെടുക്കും. അതിനുശേഷം ആ കയറിൽ പിടിക്കുകയാണ്. എക്കിമാരും ആണെങ്കിൽ മുകളിൽ ആകാശമൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കും. ഡൊറോറോ ചോദിക്കും, നിനക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ? അതിന് എക്കിമാരു പറയും, എനിക്കെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഡൊറോറോയ്ക്കാണെങ്കിൽ നാണം വന്ന് എക്കിമാരുവിന്റെ കണ്ണ് പൊത്തി പിടിക്കുകയാണ്. കാരണം ഇത്രയും കാലം എക്കിമാരു കരുതിയിരുന്നത് നമ്മുടെ ഡൊറോറോ കുട്ടപ്പൻ അവനൊരു ബോയ് ആണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഡൊറോറോ കുട്ടപ്പി ആളൊരു പെണ്ണാണ്. അവരാണെങ്കിൽ ഒരു വിധത്തിൽ ഇപ്പൊ ആ കിണറ്റിന് പുറത്തേക്ക് വരും. അടുത്ത നിമിഷം ആ ഒരു മാൻഷൻ മുഴുവനായിട്ടും ഇടിഞ്ഞു വീണ് തകരുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു സോൾജിയർ ഇപ്പോ ഡയബിന്റെ അടുത്തേക്ക് ഓടി വരും. അവൻ പറയും, മാസ്റ്റർ, നമുക്കൊരു വലിയ ബാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ മാക്ഷൻ മുഴുവനായിട്ടും തീ പിടിച്ച് കത്തി നശിച്ചിടിഞ്ഞു വീണു. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഡക്കിമാരും ക്വീനും ഉള്ളത്. അവർക്ക് എന്തായെന്ന് യാതൊരു അറിവും ഇല്ല. പക്ഷെ ഡയബ് ആണെങ്കിൽ അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ആളുടെ യുദ്ധത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇപ്പൊ ഡൊറോറോയുടെ അടുത്തേക്ക് വരികയാണ്. അവര് പറയും, നീ പറഞ്ഞതുപോലെ ഇനി ഞങ്ങൾ സാമുറായികളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. ഡൊറോറോ പറയും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്യും. അതിന് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഒരുപാട് പണം ഓൾറെഡി സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗ്രാൻഡ് പേരുടെ അടുത്തേക്ക് വരികയാണ്. ആ തീരുമാനം ഗ്രാൻഡ് പേക്കും ഒത്തിരി ഇഷ്ടാവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ മലയ്ക്ക് മുകളിലുള്ള നമ്മുടെ ഇക്കിമാരോ കാണിക്കുകയാണ്. അവൻ നടന്ന് ആ ടെമ്പിൾ തുറന്ന് അതിൻ്റെ അകത്തേക്ക് കടന്നു വരും. അപ്പം അവൻ കാണും ആ ടെമ്പിളിന്റെ അകത്തിരുന്ന് ഡയബ് ആള് പ്രാർത്ഥിക്കുകയാണ്. ആളാണെങ്കിൽ ആ ഡീമൻസിനോട് ബെഗ് ചെയ്യും, പ്ലീസ് എനിക്ക് ഇനിയും പവർ ആവശ്യമാണ്. എനിക്ക് എൻ്റെ വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതിന് മറ്റൊരാളുടെ ജീവൻ ബലി തരാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ബെഗ് ചെയ്തോണ്ടേയിരിക്കും. ഡയബാണെങ്കിൽ ഇപ്പൊ ഇക്കിമാരുവിന് നേരെ തിരിഞ്ഞു നോക്കും. അതിനുശേഷം ഇക്കിമാരുവിനോട് പറയും, ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ്. നീ ചെറുപ്പത്തില് നിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കളയായിരുന്നെങ്കിൽ പിന്നീട് നീ ഒരിക്കലും ഇതുപോലൊരു ഭാരമായിട്ട് എനിക്കൊരു ശത്രുവായിട്ട് വളർന്നു വരില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ ഡീമൺസുമായിട്ട് കോൺട്രാക്ട് വെക്കാൻ ശ്രമിക്കുകയാണ്. എക്കിമാരും ഇതെല്ലാം കണ്ട് ഫുൾ കലിപ്പില് ഒരു സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വീശും. എക്കിമാരും ആണെങ്കിൽ ഡയബിന്റെ തലയിലല്ല, മറിച്ച് ഡയബിന്റെ ആ സ്ട്രോങ് തൊപ്പിയിലാണ് കത്തി കുത്തി ഇറക്കിയിട്ടുണ്ടാവുക. ഇക്കിമാരും ആണെങ്കിൽ ഡോക്ടർ കൊടുത്ത ആ ദൈവത്തിന്റെ ശില അതിപ്പോ ആളുടെ മുൻപിലേക്ക് എടുത്തു വെക്കും. ഇത്രയും കാലവും ഈ ഡീമൻസിന്റെ പിന്നാലെ നടന്ന് നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളെ തിരുത്തണമെന്ന് പറഞ്ഞ് ഇക്കിമാരും ആണെങ്കിൽ ഇപ്പൊ അവിടുന്ന് തിരികെ നടക്കുകയാണ്. ഡയബിനാണെങ്കിൽ തന്റെ തെറ്റ് മനസ്സിലാവും. ആള് കുറ്റബോധത്താല് പൊട്ടിക്കരയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഡൊറോറോയെ കാണിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞ് ഡൊറോറോ അവളിപ്പോ കുറച്ചുകൂടെ മെച്ചോർഡായിരിക്കുകയാണ്. അവൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ എക്കിമാരുവിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അവർ രണ്ടുപേരും മിയയ്ക്ക് വാക്ക് കൊടുത്തതുപോലെ ഒരു അടിപൊളി വില്ലേജ് അതങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് ഹാപ്പിയായി ജീവിക്കുന്നതോട് കൂടെ ഈ ഒരു ഡൊറോറോ സീസൺ ഇവിടെ അവസാനിക്കുന്നു.